ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സോപ്പ് ഉണ്ടാക്കി. കറ്റാർവാഴയുടെ സോപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എടുത്തേക്കണത് കറ്റാർവാഴ 2-3 തണ്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കണം, അതിൻ്റെ കറ പോവാണ്ട്. അതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രം എടുക്കാൻ നോക്കുക കേട്ടോ. ആ പച്ച കളറൊന്നും ഇല്ലാണ്ട് ജെല്ല് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മളതൊരു മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഒരു 2-3 തണ്ടിൻ്റെയൊക്കെയാണ് എടുത്തേക്കണത്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. തീരെ കൊറ്റനൊന്നും ഇല്ലാണ്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി നമ്മൾ എടുത്തേക്കുന്നത് സോപ്പ് ബേസാണ് കേട്ടോ. ഇത് 500 ഗ്രാമാണ്. അതിൻ്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ സോപ്പ്. അപ്പോൾ 250 ഗ്രാം. ഇത് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. 1 കിലോ 299 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ നല്ല കുഞ്ഞ് പീസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് തന്നെ നീളം വെട്ടി പിന്നെ അത് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ബേസ് ഇട്ടിട്ട് നന്നായിട്ട് അത് അലിയിപ്പിക്കാണ്ട് ചെയ്യണത്. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം നന്നായി ചൂടാകാൻ പാടില്ല. കുറച്ചൊന്ന് നന്നായി എല്ലാം കട്ടകളൊക്കെ അലിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അലോവറയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാട്ട്. ഇത് വീട്ടിൽ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലും പിന്നെ അതുപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 സ്പൂണൊന്നും വേണ്ട കേട്ടോ, 1 സ്പൂൺ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ 250 ഗ്രാം എടുത്തിട്ട് 4 സോപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. 4 സോപ്പിനുള്ളതാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അങ്ങനെ ഈ 4 ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മോൾഡൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 3-4 മണിക്കൂറൊക്കെ വേണം. നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്നിട്ട് രാവിലെയാണ് പിന്നെ എടുത്ത് നോക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിറ്റേ ദിവസമാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങൾ പിന്നെ നമ്മളിതിൽ കളറിനൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ മണത്തിന് അങ്ങനെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ അലോവറയും പിന്നെ ഈ സോപ്പ് ബേസ് മാത്രമാണ്, പിന്നെ വെളിച്ചെണ്ണയും. അതുകൊണ്ട് മണം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കളറ് നമ്മുടെ അലോവറയുടെ കളർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നോക്കി നോക്കാം കേട്ടോ. അത് കൈമ തേച്ചിട്ട്. അപ്പോൾ ഒരു തെരി ഇങ്ങനെ എണ്ണമയം പോലെ ഉണ്ടായിരുന്നു. അത് നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല, 1 സ്പൂൺ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സാധാ സോപ്പ് തന്നെ നന്നായി പതയണമൊക്കെ ഉണ്ട്. ഞാൻ കൈമ ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കി. വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും തോന്നിയില്ല. അതിന് ശേഷമാണ് നമ്മളൊന്ന് ഫേസിലിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് പതിച്ചിട്ട് നമുക്ക് മുഖത്ത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈമ തേച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യണുള്ളൂ. മുഖത്ത് തേച്ച് നോക്കി. അപ്പോൾ എന്നിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഭയങ്കര പൈസ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു സോപ്പാണ്. അതുകൊണ്ട് മുഖം നല്ലതായിട്ട് ബ്രൈറ്റൻ ആവാനും അതുപോലെ നല്ല ക്ലിയർ ആവാനൊക്കെ പറ്റിയ സോപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.